വിസ ഇന്റർവ്യൂ കഴിഞ്ഞ പലരെയും സെക്കൻഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ പലർക്കുള്ള ഡൗട്ട് ഉണ്ട്, അതെന്താണ്, അതിലെന്തായിരിക്കും, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളായിട്ട് അഹോയുടെ ഡയറക്റ്റ് ബ്രോ ഉണ്ട്. അപ്പൊ നമുക്ക് ആള് തന്നെ നമുക്ക് വിശദീകരിച്ചു തരും. ഇപ്പോ നമ്മള് സെക്കൻഡ് ഇന്റർവ്യൂവിനെ പറ്റി പറയുമ്പോൾ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇതിൽ. ഇപ്പൊ ഞങ്ങൾക്കും ഒരുപാട് കോളുകൾ ഓഫീസിൽ വരും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ സ്റ്റുഡൻസ് ചോദിക്കും സെക്കൻഡ് ഇന്റർവ്യൂ ഉണ്ടാവുമോ എന്നുള്ളത്. അതൊരിക്കലും അങ്ങനെയല്ല, അതൊരു റാൻഡം സെലക്ഷൻ ആണ്. അതായത് ഇപ്പൊ ഇത്ര പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പേര് അവര് വിളിക്കണം എന്നുള്ളത് എംബസിയുടെ ബൈലോ അത് ഉള്ളാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ റേറ്റ് അവർ കുറച്ച് കൂട്ടി എന്നുള്ളൂ, അല്ലാതെ അത് പേടിക്കാൻ മാത്രം ഭയങ്കര സംഭവം ഒന്നല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പലരും ഇതിനൊരു എമിഗ്രേഷൻ പോലെ കാണുന്നുണ്ട്. അതായത് വർക്ക് വിസയ്ക്ക് പകരം സ്റ്റുഡൻറ് വിസ എടുത്തിട്ട് യൂണിവേഴ്സിറ്റിയിലൊന്നും പോവാതെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ചെക്ക് റിപ്പബ്ലിക്കിലത്തെ ഇതിനെതിരെ ശക്തമായ ആക്ഷൻസ് എടുത്തു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് സ്ക്രൂട്ടിനി അവർ കൂട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ ഇത് നമ്മളെ കയ്യിൽ വ്യക്തമായ അറിവുകളും അല്ലെങ്കിൽ വ്യക്തമായ ഐഡിയ നമുക്ക് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നമുക്കിത് പേടിക്കാൻ മാത്രമൊന്നുമല്ല. ഇപ്പം നമ്മളെ തന്നെ അഹോയുടെ തന്നെ പല സ്റ്റുഡൻസിനെയും കുറച്ച് നാൾക്ക് മുൻപ് വരെ സെക്കൻഡ് ഇന്റർവ്യൂവിനൊക്കെ വിളിച്ച്, പക്ഷെ അവരിൽ പലർക്കും വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് ഈ സെക്കൻഡ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവര് മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടാവും? ഒരു ഇന്റർവ്യൂവിന് പോയി അതിന്റെ ഇതുണ്ടാവും എന്ന് വെച്ചാൽ രണ്ടാമത് ഇന്റർവ്യൂ ആകുമ്പോൾ അതിൽ വേറെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്തായിരിക്കും? ഓക്കെ, അത് തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് വിഷ്ണു ചോദിച്ചത്. പിള്ളേർ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ചില കേസിൽ സെക്കൻഡ് ഇന്റർവ്യൂ, ഇപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ എൻ്റെ വിസ ഇന്റർവ്യൂവിന് ചെല്ലാണ്. എനിക്ക് ആകെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു പയ്യൻ വന്നിരിക്കുന്നു. അപ്പോൾ ആളെ സെക്കൻഡ് ഇന്റർവ്യൂവിന് വിളിച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ആളെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു ഒപ്പിടാൻ അവര് മറന്നുപോയി, എംബസി ഒപ്പ് ചോദിക്കാൻ മറന്നുപോയി. അതിന്റെ പേരിൽ സെക്കൻഡ് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം എല്ലാം ഓക്കെ അല്ലേ എന്ന്, നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വിസ ഓഫീസറുടെ അടുത്തൊക്കെ. അപ്പോൾ ആ കേസിലും ചിലപ്പോൾ വിളിപ്പിക്കാം. പക്ഷേ ഇപ്പോൾ ജനറലി കണ്ടുവരുന്ന സെക്കൻഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ഇന്റർവ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്ക്രൂട്ടിനിയാണ്. ലൈക്ക് അവർക്ക് അറിയണം ഈ പോകുന്ന ആള് ജെനുവിൻലി അവിടെ പഠിക്കുമോ, അല്ലെങ്കിൽ ആളിത് അവിടെ ചെന്നിട്ട് വേറെ ജോലിക്കോ അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് കടക്കോ എന്നുള്ളതാണ് അവർക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ ഇതിൽ പിള്ളേരുടെ അടുത്ത് ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അല്ല പ്രൈമറി ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇന്റൻഷൻ, അതായത് ഇവരെന്തിനാണ് പോകുന്നത്, ഇവര് എന്തുകൊണ്ട് ഇന്ത്യയിൽ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ചെക്കിൽ എന്തിനാണ് അവർ പഠിക്കുന്നത്, അവരെ ലക്ഷ്യം എന്താണ്, അവര് അവരെ മദർ കൺട്രിക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ആരാണ് അവർക്ക് ഇത് പഠിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നത്. കാരണം അവിടുത്തെ ഗവൺമെന്റിന് നിർബന്ധമുണ്ട് ഈ സ്റ്റുഡന്റ് വിസയിലൊക്കെ ചെന്ന് അവസാനം ഇപ്പോൾ പിള്ളേർ ഇപ്പോൾ പല രീതിയിൽ പെട്ടുപോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്, ലഹരിയും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവര് ഡ്രഗ് അഡിക്ട്സ് ആയി, അല്ലെങ്കിൽ എന്താ പറയുക, ഇവർ ജോബ്ലെസ് ആയി ഹോംലെസ് ആയിട്ട് അവിടുത്തെ ഗവൺമെന്റിന് ബാധ്യത ആവാൻ പാടില്ല. അപ്പോൾ അവര് നമ്മളെ സോഴ്സ് ഓഫ് ഫിനാൻസ് എപ്പോഴും അവർ ചോദിക്കും. പിന്നെ മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത യൂണിവേഴ്സിറ്റി, എന്തുകൊണ്ട് ചെക്കിൽ ആ യൂണിവേഴ്സിറ്റി എടുത്ത് വേറെ യൂണിവേഴ്സിറ്റികൾ എന്തുകൊണ്ട് നമ്മൾ എടുത്തില്ല എന്നുള്ളത് അവർ വ്യക്തമായിട്ട് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ട് ആ കോഴ്സ് എടുത്തു, വേറെ കോഴ്സുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതെടുത്തില്ല, ഈ കോഴ്സ് ഇവർക്ക് എങ്ങനെ ഭാവിയിൽ ഗുണം ചെയ്യും, നാട്ടിൽ തിരിച്ചു വന്നാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു പയ്യൻ അപ്ലൈ ചെയ്തിട്ട് ആ പയ്യനെ സെക്കൻഡ് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഞങ്ങളെ FAQയിൽ ഒരു 33ഓളം ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം പോലും വിടാതെ ചോദിച്ചെന്നാണ് ആ പയ്യൻ പറഞ്ഞത്. അത് കൂടാതെ തന്നെ പുറത്തുനിന്ന് വേറെ ചോദ്യങ്ങളും ചോദിച്ചു. അതായത് 2 മണിക്കൂറോളം ആ പയ്യനെ അവരിരുത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഇന്റർവ്യൂ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂവിനെ പറ്റി പറഞ്ഞ പോലെയാണ്. ചിലർക്ക് ചിലപ്പോൾ 2 മണിക്കൂർ വരെ, ചിലർക്ക് 1 മണിക്കൂർ വരെ, അങ്ങനെയൊക്കെ ഇത് നീളം. അതായത് ആ വിസ ഓഫീസറെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ മൂഡ് അനുസരിച്ചിട്ടായിരിക്കാം ആള് ഇത് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പർപ്പസിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഏഷ്യയിൽ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ വേറെ കൺട്രികളിൽ പോകുന്നില്ല, ഇതിനൊക്കെ പറ്റി വ്യക്തമായ ഒരു കാരണം നമ്മളെ സെലക്ഷൻ ഓഫ് ചോയ്സ് ഇതായിരിക്കണം
നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മളെ ഇന്റൻഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പൊതുവേ ചോദ്യങ്ങൾ വരാം. പിന്നെ അതുകൂടാതെ തന്നെ ചെക്കിനെ പറ്റിയിട്ടുള്ള നമുക്കുള്ള നോളേജ്, ചെക്കിനെ പറ്റി ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ വാട്ടർ ബോട്ടിലാണെങ്കിൽ നമുക്കൊരു റീസൺ ഉണ്ടാവും ഇത് ചൂസ് ചെയ്യാൻ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ചെക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനെ ജസ്റ്റിഫൈയിങ് ആയിട്ടുള്ള ഒരു മറുപടി നമുക്ക് പറയാൻ പറ്റണം. അല്ലാതെ വെറുതെ നമ്മളെ ലൈഫിൽ ഇത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ വെറുതെ എടുക്കൂല എന്ന് അവർക്കറിയാലോ. അപ്പോൾ ഈ മൈഗ്രേഷൻ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ മതി എന്നുള്ള ആൾക്കാർക്ക് കാരണങ്ങൾ ഉണ്ടാവില്ല വ്യക്തമായിട്ട്. അപ്പോൾ സ്റ്റുഡൻസിന് അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അവർ ചെയ്യുന്ന കോഴ്സ്, അവർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, അവർ ചൂസ് ചെയ്യുന്ന രാജ്യം, ഇതിനൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് മറുപടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സ്മൂത്തായിട്ട് കടക്കാൻ പറ്റും. പിന്നെ മോർ ഓവർ ഞങ്ങൾ തരുന്ന FAQ നല്ല രീതിയിൽ പഠിക്കണം. അതിലെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ടീമിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നുകൊണ്ടും നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. ഇപ്പോൾ കോഴ്സിൻ്റെ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് ആണ് നിങ്ങൾ മെന്റൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതെങ്കിൽ ആ കോഴ്സിനെ പറ്റിയിട്ട് അതിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ എന്തൊക്കെയുണ്ട്, സെക്കൻഡ് സെമസ്റ്ററിൽ എന്തൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ ഇലക്റ്റീവ്സ് എന്താണ്, തീസിസിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ നിങ്ങളെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ആയാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ ആയാലും ശരി, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഇൻഫർമേഷൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് മറുപടി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനാണ് കീ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ പെർസീവ് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കേസിൽ സെക്കൻഡ് ഇൻ്റർവ്യൂവിന് ചില ആളുകളോട് മാത്രം ലൈക്ക് ഇങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വീണ്ടും കാണിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു എമൗണ്ട് അതിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണം ചെയ്യും. അതായത് ഫസ്റ്റ് ഇന്റർവ്യൂവിന് കാണിച്ച പോലെ തന്നെ കാണിച്ചാലും മതി, പക്ഷെ കൂടുതൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ വിസ ഇന്റർവ്യൂ കഴിഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങളെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒരു പക്ഷേ നിങ്ങളോട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ, എല്ലാവരോടും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നില്ല. അപ്പോൾ പലരിടത്തും ഇന്റർവ്യൂവിനോടുള്ള അപ്രോച്ച് പോലും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളിത് പേടിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് വിസ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എംബസിയിൽ കൃത്യസമയത്തിന് ചിലപ്പോൾ വിസ വന്നു കൊള്ളണം എന്നില്ല. അതായത് ഇപ്പോൾ അവരെ യൂഷ്വൽ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 120 വർക്കിംഗ് ഡേയ്സ് ആണ്. മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 90 വർക്കിംഗ് ഡേയ്സ് ആണ്. ഇപ്പൊ അവരത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയില് കുറച്ച് ചേഞ്ചസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്റ്റർ ഓഫ് ഇന്റീരിയറും ഈ ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസുകൾ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഡിലേ ഇപ്പൊ എംബസിയിലുണ്ട്. പക്ഷെ അതിനർത്ഥം നിങ്ങൾക്ക് ഇൻടേക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല. യൂണിവേഴ്സിറ്റി അത് നമ്മൾക്ക് പീരീഡ് ടൈം ഫ്രെയിം ഒക്കെ നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കൺസീവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത്. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് വിസ ഇന്റർവ്യൂവിനെ പറ്റി കൂടുതലായിട്ട് ഒരു വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ അഹോയിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞു തന്ന ബ്രോക്ക് എന്തായാലും എൻ്റെ